അതിശക്തമായ മിസൈൽ ആക്രമണത്തിലൂടെ അമേരിക്കയുടെ 21 സൈനികർക്ക് ഇന്ന് പരിക്കേറ്റിരിക്കുകയാണ്. ഇറാൻ അതിശക്തമായ ആക്രമണമാണ് ജോർദാനിലുള്ള റുക്ബാൻ എയർബേസിൽ നടത്തിയിരിക്കുന്നത്. ഈ ബേസിലുള്ള ആക്രമണത്തിലാണ് അമേരിക്കൻ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കുവൈത്ത്, അതുപോലെ തന്നെ ബഹ്റൈൻ, ജോർദാനെതിരെയുള്ള ഇറാന്റെ ആക്രമണം ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന്റെ ആദ്യ പടിയാണ് എന്നതിൽ സംശയമില്ല. ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങളെ പലപ്പോഴും ചെറുത്തു നിർത്തുന്നത് ജോർദാനിലുള്ള അമേരിക്കൻ എയർബേസുകളാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ധാരാളം എയർബേസുകൾ അമേരിക്ക ജോർദാനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ആക്രമിച്ചത് ഇവിടെയുള്ള നഖ്ബ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അവിടെ ധാരാളം സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആക്രമിച്ചിരിക്കുന്നത് ഇവിടെയാണ്, റുക്ബാൻ എന്നറിയപ്പെടുന്ന എയർബേസിൽ. അവിടെയും ഇന്ന് 21 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, മോഫക്ക് സെൽറ്റ് നിൽക്കുന്നത് ഇവിടെയാണ്. അതുപോലെ അമീർ ഹുസൈൻ എന്നറിയപ്പെടുന്ന എയർബേസ് നിൽക്കുന്നത് ഇവിടെയാണ്. അതുപോലെ കിം ഫൈസൽ എയർപോർട്ട് നിൽക്കുന്നത് ഇവിടെയാണ്. ഈ ബേസുകളിലെല്ലാം ഇറാൻ അതിശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക എന്നതാണ് ഇറാന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. കാരണം ഇറാൻ, നമുക്കറിയാം, ഇത് ഇറാഖാണ്. ഇറാഖ്, അതുപോലെ തന്നെ സിറിയ, ജോർദാൻ, ഈ രാഷ്ട്രങ്ങളിലെ കടന്നു വേണം യഥാർത്ഥത്തിൽ ഇസ്രയേലിലേക്ക് ഏതൊരു മിസൈലും എത്താൻ. എന്നാൽ ഇറാഖിന്റെ മുകളിലൂടെ കടന്നു വരുമ്പോഴേക്ക് അതിന് അന്തരീക്ഷത്തിൽ വെച്ച് ജോർദാനിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഇസ്രയേലിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവിടെ വെച്ചാണ് തകർക്കപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത് ഇസ്രയേലിന് മുന്നിലുള്ള എല്ലാ ബേസുകളെയും തകർക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏകദേശം 5ാമത്തെ ജോർദാനിലുള്ള അമേരിക്കയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എയർബേസുകൾ ആക്രമിച്ചിരിക്കുന്നത്. ഇവിടെ ആക്രമിക്കുമ്പോൾ അമേരിക്കൻ സൈനികർ വധിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള സൈനികർക്ക് പരിക്കേൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ബേസുകളിൽ ശക്തമായി പ്രവർത്തിക്കുന്നത് ഇപ്പോൾ അമേരിക്കൻ സേനയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇറാന്റെ ഈ തിരിച്ചടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇറാൻ പറയുന്നത്, ജോർദാനിൽ നിന്നും ഇത്തരത്തിലുള്ള ചില രഹസ്യ വിവരങ്ങൾ ലഭിച്ച അടിസ്ഥാനത്തിലാണ് ആ ആക്രമണങ്ങളെയെല്ലാം കൃത്യമായി അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഇറാന് സാധിച്ചത് എന്ന് ഇറാൻ പറയുന്നു. കാരണം ഈ അമേരിക്കയുടെ സൈനികർ ഏത് ഭാഗത്താണ് താമസിക്കുന്നത്, അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ ഏത് ഭാഗത്താണ് എന്ന കൃത്യമായ രഹസ്യ വിവരങ്ങൾ ജോർദാനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജോർദാൻ മിലിറ്ററിക്കും അവിടെയുള്ള ജനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ രംഗത്ത് വരുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. ജോർദാനിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഇന്റലിജൻസ് വിവരം ഇറാന് എത്തി എന്ന് പറയുമ്പോൾ അത് അമേരിക്കയെയും ഇസ്രയേലിനെയും വലിയ രൂപത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന കാര്യം തന്നെയാണ്.